സ്യൂട്ടോൻ്റെ 4 ഇഞ്ച് 40 വാട്ട് വരുന്ന ഒരു വൂഫറാണ്. 4 ഇഞ്ച് 4 ഓംസിൽ 40 വാട്ട് വരുന്ന ഒരു വൂഫറാണ്. അപ്പോൾ അത് കാണിച്ചു തരാമെന്നുള്ള ഇതാണ്. അതേപോലെ അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ അവാർഡിൻ്റെ ഒരു പീസോ ട്യൂട്ടറാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിമത്തെ പ്രൈസ് വരുന്നത് 370 രൂപയാണ് ഇതിമ കൊടുത്തിട്ടുള്ളത്. അവരെ സൈറ്റിൽ രണ്ടെണ്ണത്തിന് 640 രൂപയാണ് വരുന്നത്. ഇതിന് ഏകദേശം 200 രൂപയോളം ഇതിന് വില ഉണ്ട്. സാധാ പീസോ ട്യൂട്ടറാണ്, ഡോമല്ല. ഇതാണ് സ്പീക്കർ വരുന്നത്. സ്യൂട്ടോൺ കൊൽക്കത്ത. ട്യൂട്ടർ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ട്യൂട്ടറിൻ്റെ തീരെ വെയിറ്റ് ഇല്ല. പീസോ ട്യൂട്ടർ ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ഉണ്ടാവില്ല. ഇതാണിപ്പോൾ സ്പീക്കർ. ഇതിൻ്റെ കോണൊക്കെ പേപ്പറാണ് കേട്ടോ. പിന്നെ സറൗണ്ട് നമ്മൾ പിയേൻ്റെ പോലെ മറ്റേ ക്ലോത്തിൻ്റെ ടൈപ്പാണ്. ക്ലോത്ത് ടൈപ്പ്, റബ്ബറോ മറ്റേ ഫോമൊന്നുമല്ല, ക്ലോത്ത് ടൈപ്പ് പിയേലൊക്കെ വരുന്ന ടൈപ്പാണ്. നല്ലൊരു ക്വാളിറ്റി ഉണ്ട് സ്പീക്കർ. ഏതായാലും മാഗ്നറ്റും കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മാഗ്നറ്റാണ്. നാലിഞ്ചിൽ ഇത് നമുക്ക് ചെറിയ LMT സ്പീക്കറിൽ PL ഉപയോഗിക്കാം കേട്ടോ. PA സ്പീക്കർ പോലെ തന്നെ ഉപയോഗിക്കുക ചെയ്യാത്ത ഒരു 87 dBയോളം SPL വരുന്നുണ്ട്. ചെറിയ കോളം അറയൊക്കെ ഉണ്ടാക്കണ അവർക്കൊക്കെ പറ്റുന്നത്. പിന്നെ കമ്പനി പറഞ്ഞത് ഇതൊരു 200 ഹെർട്സ് തൊട്ട് 3 kHz വരെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്തിട്ട് ഒരു 150 ഹെർട്സ് തൊട്ട് 3 kHz അല്ലെങ്കിൽ 3000 ഹെർട്സ് വരെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത്. പിന്നെ ഇതിന് 87 dB SPL ആണ്. അപ്പോൾ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഈ ട്യൂട്ടർ, പീസോ ട്യൂട്ടർ, ഇത് വർക്ക് ചെയ്യേണ്ടത് ഏകദേശം 6000 ഹെർട്സ് തൊട്ട് 13,000 ഹെർട്സ് വരെ, 13 kHz വരെ വർക്ക് ചെയ്യുന്ന ട്യൂട്ടറാണ്. ഒരിക്കലും ഇത് തമ്മിൽ അത്ര മാച്ചല്ല കേട്ടോ. കാരണം ഇത് 3000 ഹെർട്സ് വരെ വർക്ക് ചെയ്യണു, ഇത് 6000 ഹെർട്സ് മുകൾക്കുള്ള. ഇതിൻ്റെ ഇടയിലുള്ള ഫ്രീക്വൻസികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ കട്ടായി പോകാൻ ചാൻസ് ഉള്ള. ഇതിനൊരു ഫസ്റ്റ് ഓർഡർ നെറ്റ്വർക്ക് കൊടുക്കുമ്പോൾ വലിയൊരു വിഷയം ഉണ്ടാവില്ല. ഇതിൻ്റെ കൂടെ ഇവർ പറയേണ്ടത് 4 kHz തൊട്ട് 20 kHz വരെ വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇതിൽ ഇവർ പറയേണ്ടത് 75 വാട്ട്സ് RMS, ഫ്രീക്വൻസി റെസ്പോൺസ് 4K to 20 kHz വരെ പറയുന്നുണ്ട്. 4000 to 20,000 ഹെർട്സ് വരെ ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇംപെഡൻസ് 7 ohm. ഇത് അത്രയും താഴെ 4000 ഹെർട്സ് വരെ ഒന്നും ഇത് വർക്ക് ചെയ്യില്ല. കാരണം ഇത് പീസോ ട്യൂട്ടറാണ്. അത് ഇപ്പോൾ ഞാൻ മെഷർ ചെയ്തിട്ട് ഇത് 6000 ഹെർട്സിൻ്റെ മുകൾക്ക് വർക്ക് ചെയ്യണുള്ളൂ. പിന്നെ ഇത് സെൻസിറ്റിവിറ്റി അത്യാവശ്യം ഉണ്ട്. 105 dB. ഇത് നല്ല ലൗഡാണ്, നല്ല ലൗഡായി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 120 വാട്ട് സ്പീക്കറിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിക്കേണ്ട കപ്പാസിറ്റർ 2.2 മൈക്രോഫാരഡിൻ്റെ
കപ്പാസിറ്റർ മീഡിയം ഊഫറിൻ്റെ കൂടെയും അതേമാതിരി 1 MFTൻ്റെ കപ്പാസിറ്റർ സ്മാൾ ഊഫറിൻ്റെ കൂടെ ചെറിയ ഊഫറിൻ്റെ കൂടെയാണ് പറയുന്നത്. പിന്നെ 150 വാട്ട് കുറച്ചുകൂടി വാട്ട്സ് ഉള്ളതാകുമ്പോൾ 3.3 മൈക്രോഫാരഡ് കപ്പാസിറ്ററാണ് ഉപയോഗിക്കാൻ പറയേണ്ടത്. അത് ഹെവി ഊഫറിൻ്റെ കൂടെ. അതിവിടെ തന്നെ ഇവർ പറയുന്നുണ്ട് 15 ഓമിൻ്റെ 20 വാട്ട് റെസിസ്റ്റർ ഇട്ടിട്ടാണ് കപ്പാസിറ്റർ വഴി കണ്ടില്ല 15 ഓം 20 വാട്ട് വഴിയാണ് ഇവിടെ 3.3 കപ്പാസിറ്റർ ഇട്ട് നേരെ ട്യൂട്ടറിലേക്ക് കൊടുക്കേണ്ടത്. എന്താ വെച്ചാൽ ഈ സ്പീക്കർ കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പവർ തുറക്കും, അപ്പോൾ ഈ ട്യൂട്ടർ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവിടെ ഒരു റെസിസ്റ്റർ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ 3.3 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഇടുമ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ഇവർ പറഞ്ഞു ഈ 4 കിലോ ഹെർട്സിലേക്കൊക്കെ വരും, അല്ലെങ്കിൽ ആ റേഞ്ച് തൊട്ടൊക്കെ വർക്ക് ചെയ്യും 3.3 ഇടുമ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും ഒരു മിഡ് റേഞ്ചിലുള്ള ഫ്രീക്വൻസി എന്നത് കൈകാര്യം ചെയ്യില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കോയിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ഓർഡർ നെറ്റ്വർക്ക് എന്നാണ് ഇതിന് പറയട്ടെ. ഒരു കപ്പാസിറ്റർ സീരീസ് ആയി കൊടുക്കുമ്പോൾ ട്യൂട്ടർക്ക് ഊഫറിന് ഇതെന്തായാലും അത്രയും 4 കിലോ ഹെർട്സ് വരെ ഒന്നും എന്തായാലും ഇത് വർക്ക് ചെയ്യില്ല. ഒരു അത്രയും റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 2000 ഹെർട്സിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോം ട്യൂട്ടർ തന്നെ വേണം. അതാണ് ശരിക്കും ഒന്നും കൂടി നല്ലത്. ഇതൊക്കെ ഞാൻ പറയും സ്പീസോ ട്യൂട്ടർ സാധാരണ എല്ലാതും ഒരു 6000 ഹെർട്സിൻ്റെ മുകൾക്ക് തന്നെ വർക്ക് ചെയ്യുള്ളൂ. ഇതൊക്കെ കൊടുക്കുന്ന രീതി കണ്ടില്ലേ, ഊഫറിൻ്റെ പ്ലസ്സിന്ന് ഒരു കപ്പാസിറ്റർ എടുത്ത് ട്യൂട്ടറിൻ്റെ പ്ലസ്സിലേക്ക് സീരീസ് ആയി കൊടുക്കുക, നെഗറ്റീവ് തമ്മിൽ കോമൺ ആക്കുക. ഇവിടെ അതേപോലെ ഊഫറിൻ്റെ പ്ലസ്സിന്ന് ഒരു റെസിസ്റ്റർ 15 ഓമിൻ്റെ 20 വാട്ട് റെസിസ്റ്റർ അത് നേരെ ഒരു കപ്പാസിറ്റർ കൊടുക്കുക, അത് നേരെ സീരീസ് ആയിട്ട് ട്യൂട്ടറിൻ്റെ പ്ലസ്സിലേക്ക് കൊടുക്കുക, ട്യൂട്ടർ തമ്മിൽ കോമൺ ആയിട്ട് വരിക. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിലൊക്കെ കണക്ഷൻ പറഞ്ഞത്. 75 വാട്ട്സ് ഒന്നും എന്തായാലും ഇത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് 4K എന്ന് പറയും 4 കിലോ ഹെർട്സ് 4000 ഹെർട്സ് വരെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അത്രയും താഴെ എന്തായാലും വരില്ല. അതേപോലെ തന്നെ ഈ വൂഫർ ഒരു 150 ഹെർട്സിൻ്റെ മുകളിലേക്ക് വർക്ക് ചെയ്യണതുകൊണ്ട് ഇതിൽ നിന്ന് ബാസ് കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം ബാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി താഴേക്ക് വരണം. ഒരു 80 ഹെർട്സ് തൊട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് 50 ഹെർട്സിൻ്റെ മുകളിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാസ് കിട്ടുള്ളൂ. ഇത്തരം സ്പീക്കറുകളൊക്കെ 100 ഹെർട്സ് തൊട്ട് വർക്ക് ചെയ്യണം, എന്നാലും നമുക്ക് ആ ഒരു സബിൻ്റെ ഒക്കെ കൂടെ നല്ല ബ്ലെൻഡായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലാഞ്ഞാൽ പിന്നെ 150 ഹെർട്സ് തൊട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സബ് ഊഫറിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കൂട്ടി വെക്കണം. ഒരു 150 ഹെർട്സിലേക്കോ അല്ലെങ്കിൽ 100 ഹെർട്സിലേക്കോ 150 ഹെർട്സിലേക്കോ അല്ലെങ്കിൽ 200 ഹെർട്സിലേക്കോ സബിൻ്റെ കട്ട് ഓഫ് കയറ്റി വെക്കുക. അതായത് നോബ് വലത്തേക്ക് തിരിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക, അപ്പോൾ ഇതിൻ്റെ ഏകദേശം അടുത്തേക്ക് നമ്മുടെ സബ് ഊഫറിൻ്റെ ഫ്രീക്വൻസി വരും. അപ്പോൾ സബ് ഊഫറും ഇതും തമ്മിൽ ബ്ലെൻഡായി വർക്ക് ചെയ്യും. ഇത് നമ്മൾ 150 ഹെർട്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഊഫറാണ്. അപ്പോൾ നമ്മളെ സബ് ഊഫർ നമ്മൾ കട്ട് ഓഫ് ഒരു 80 ഹെർട്സിൽ ഇട്ട് കഴിഞ്ഞാൽ ആ 80 to 150 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി വളരെ കുറഞ്ഞായിരിക്കും കേൾക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തീരെ കേൾക്കാതാവും. അപ്പോൾ എന്താ വെച്ചാൽ ഇതും സബ്ബായിട്ട് ബ്ലെൻഡായി വർക്ക് ചെയ്യില്ല. അങ്ങനെയാണ് ശരിക്കും ബ്ലെൻഡാക്കുക എന്ന് പറയേണ്ടത്. ഇപ്പോൾ ചെറിയ ഹോം തിയേറ്ററുകൾ കണ്ടില്ല, നമ്മളെ പഴയ ഹോം തിയേറ്ററുകളൊക്കെ സാധാ 3 ഇഞ്ച് സ്പീക്കർ കയറും. അപ്പോൾ 3 ഇഞ്ച് സ്പീക്കറൊക്കെ അധികം 200 ഹെർട്സിൻ്റെ മുകൾക്ക് വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ 5 ഇഞ്ച് സബ് ഊഫർ കയറാം, അതിൻ്റെ കൂടെ 5.25 ഇഞ്ച്. അപ്പോൾ അതൊക്കെ എങ്ങനെയായാലും 200 ഹെർട്സ് വരെ വർക്ക് ചെയ്യണ സബ് ഊഫറുകൾ കയറും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി മാക്സിമം അവർ 200 ഹെർട്സിലേക്ക് ഒക്കെ കയറും അത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ സബ് ഊഫറിന് നമുക്ക് ചെറിയ രീതിയിൽ വോയിസ് കേൾക്കാം, അല്ലെങ്കിൽ വോക്കൽ കേൾക്കാം, അല്ലെങ്കിൽ മിഡ് കേൾക്കാം എന്ന് പറയാം, അല്ലെങ്കിൽ ചെറിയൊരു മ്യൂസിക് അതിന് വരും, അല്ലെങ്കിൽ വോയിസ് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇത് 200 ഹെർട്സിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് അല്ലെങ്കിൽ 150 ഹെർട്സിൻ്റെ മുകളിലേക്ക് വെക്കണോണ്ടാണ്. അത് വെക്കണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വൂഫർ നമ്മുടെ ചെറിയ വൂഫർ അത്രയും അതായത് 200 ഹെർട്സിൻ്റെ താഴേക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ വൂഫറും ട്യൂട്ടറും തമ്മിൽ ബ്ലെൻഡായി വർക്ക് ചെയ്യുള്ളൂ. ഹോം തിയേറ്ററിലൊക്കെ കണ്ടല്ലേ നമുക്ക് ആ സ്പീക്കറിനാണ് ബാസ് വരുന്നത് തോന്നും. അത് ഈ സ്പീക്കറിൻ്റെ ഫ്രീക്വൻസിനോട് അല്ലെങ്കിൽ അത് 200 ഹെർട്സ് ഇട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനോട് മാച്ചിങ് ആയിട്ട്
നമ്മുടെ സബ്വൂഫറിൻ്റെ ഫ്രീക്വൻസി കയറ്റി വെക്കുന്നതുകൊണ്ടാണ്. നിങ്ങളെടുത്തൊരു 50 ഹെർട്സ് തൊട്ട് വർക്ക് ചെയ്യണ ഒരു വൂഫറാണെങ്കിൽ അതിൻ്റെ സബ്വൂഫറിൻ്റെ ഫ്രീക്വൻസി ഇടേണ്ടത് 80 ഹെർട്സിലൊക്കെയാണ് നിങ്ങൾ ഇടേണ്ടത്. അപ്പോൾ അത് തമ്മിൽ ബ്ലെൻഡായി വർക്ക് ചെയ്യും. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു 200 ഹെർട്സ് തൊട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസികൾ കേൾക്കൽ, ഇപ്പോൾ നമ്മൾ വോക്കലാണെങ്കിൽ അതിൻ്റെ ബേസ് അല്ലെങ്കിൽ വോക്കൽ വരുമ്പോൾ അതിൻ്റെ ബാസായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ സൗണ്ട്, ആ വോക്കലത്തിന് പേശ്വാസമൊക്കെ പാടുമ്പോൾ ഒരു ബേസ് വോയിസ് വരുമല്ലോ, അത് വരുന്നത് ഇതിൽ കേൾക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ സബ്വൂഫറിലൂടെയൊക്കെയാണ് അത് വരിക. അത് വരണമെങ്കിൽ സബ്വൂഫറിൻ്റെ കട്ട് ഓഫ് ഇത് 200 ആണെങ്കിൽ, ഇത് 200ൻ്റെ മുകൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ സബ്വൂഫറിൻ്റെ കട്ട് ഓഫ് 200-ന് വെക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ കേൾക്കാത്ത ആ ബേസ് സബ്വൂഫറിൽ കേൾക്കും. അപ്പോൾ അത് തമ്മിൽ ബ്ലെൻഡ് ആവും. അങ്ങനെയാണ് അത് വരുന്നത്. അതായത് ഇതിപ്പോൾ ഒരു 200 ഹെർട്സിൽ ഇവിടെ കട്ട് ചെയ്തു സബ്വൂഫർ. ഇത് സബ്ബാണ് കുട്ടികൾ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉദാഹരണം പറയട്ടോ. സബ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് സബ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഇതുവരെ സബ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇവിടുന്ന് ഇത് നമ്മുടെ വൂഫർ, ഇത് 200 ഹെർട്സിൻ്റെ മുകൾക്ക് നമ്മൾ ഈ വൂഫർ ഇങ്ങനെ ചേർന്ന് വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുക. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. വിശദമായിട്ട് വേണമെങ്കിൽ പിന്നീട് വേണമെങ്കിൽ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നിങ്ങൾ സബ്വൂഫർ ഈ ഒരു 80 ഹെർട്സിൽ സബ്വൂഫറിൻ്റെ കട്ടിട്ട് കൂട്ടിക്കോളും. ഉദാഹരണത്തിന് ഇതൊരു 80 ഹെർട്സ് കട്ട് ഓഫാണ് കുട്ടികൾ. നിങ്ങളുടെ വൂഫർ വരേണ്ടത് ഒരു 200 ഹെർട്സിൽ മുകൾക്ക് വർക്ക് ചെയ്യണം. ഇവിടുന്ന് 200 ഹെർട്സിൻ്റെ മുകൾക്ക് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ 80 to 200 ഹെർട്സിൻ്റെ ഇവിടെയുള്ള സൗണ്ട് വളരെ കുറഞ്ഞു പോകും. ഞാനിത് വരക്കണമെന്ന് കൃത്യമായിരിക്കില്ല, കുറഞ്ഞു പോകും, അല്ലെങ്കിൽ നമുക്കിത് കേൾക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ വൂഫറും സബ് വൂഫറും തമ്മിൽ ബ്ലെൻഡായി വർക്ക് ചെയ്യില്ല. അതാണ് ഇവിടെ സംഭവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സബിൻ്റെ ഇത് എന്തായാലും 200 ഹെർട്സിൻ്റെ താഴേക്ക് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ 3 ഇഞ്ചോ ഇതേപോലെ 4 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഊഹിക്കാം ഇതിൻ്റെ താഴേക്ക് ഇത് എന്തായാലും വർക്ക് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫ്രീക്വൻസി കുറച്ചും കൂടി കയറ്റി വെക്കുക. ഒരു 200 ഹെർട്സിലേക്ക് അല്ലെങ്കിൽ 150 ഹെർട്സിലേക്ക് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായി, ഇത് ഈ സബിലൂടെ അത് ബാക്കിയുള്ള ഈ ഫ്രീക്വൻസി കൂടി കേൾക്കും. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് വോക്കലോ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, മ്യൂസിക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ സബിൽ. പക്ഷേ ഇത് തമ്മിൽ ബ്ലെൻഡായി വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വൂഫറിലൂടെ ഈ ബേസ് വരുന്ന പോലെ അല്ലെങ്കിൽ ബാസ് വരുന്ന പോലെ തോന്നും. അതാണ് ഇതിൽ കിടക്കേണ്ടത്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞ വിഷയം വേറെ, ഇത് വേറെ ആയി മാറി. ഞാനിപ്പോൾ അത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നുള്ളൂ. ഇതിലിപ്പോൾ ഉള്ളൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ട്യൂട്ടർ ഇങ്ങനെ ഈ വൂഫർ വർക്ക് ചെയ്യേണ്ട ഇവിടെ ഒരു 3000 ഹെർട്സ് വരെയാണ്. പക്ഷേ ട്യൂട്ടർ വർക്ക് ചെയ്യേണ്ട ഈ പറഞ്ഞ പോലെ 6000 ഹെർട്സ് തൊട്ടാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഫ്രീക്വൻസികൾ മൊത്തം കട്ടായി പോകും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പലരും ഉണ്ടാകുന്ന സ്പീക്കറുകളൊന്നും ക്വാളിറ്റി ആയി തോന്നാത്തത്. ഇതുപോലുള്ളൊരു സംഭവങ്ങളൊക്കെ അതിൽ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫയലൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ നെറ്റ്വർക്കൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീക്വൻസിയുടെ കട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഡോം ട്യൂട്ടറുകളോ ഇതിൻ്റെ പകരം ഡോം ട്യൂട്ടർ ഉപയോഗിച്ചാൽ ഡോം ട്യൂട്ടർ കുറച്ചുകൂടി ഇങ്ങോട്ട് താഴേക്ക് വരും. ഒരു 3000 ഹെർട്സ് ഇത് കട്ടാവുന്നുണ്ട് 3000. ഇത് ഡോം ട്യൂട്ടർ ആണെങ്കിൽ, ഇത് പീസ് ആകുമ്പോൾ ഒരു 6000 ഹെർട്സ്. ഡോം ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ഇവിടെ വരും. എല്ലാം ഒരേപോലെ കേൾക്കണം. ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണെങ്കിൽ നമുക്ക് ഈ ബാസ് തൊട്ട് ട്രബിൾ വരെയുള്ള എല്ലാ ഫ്രീക്വൻസിയും ഫ്ലാറ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതൊക്കെ വർക്ക് ചെയ്യണ ഒരു മിഡ് ഉപയോഗിക്കുക. ഇപ്പോൾ 3000 to 6000 ഹെർട്സ് വരെ വർക്ക് ചെയ്യണ ഒരു മിഡ് റേഞ്ച് സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വൂഫറിൻ്റെയും ട്യൂട്ടറിൻ്റെയും ഇവിടെ വരുന്ന ഈ പ്രശ്നം ഒഴിവാക്കാം. ഇവിടെ ഒരു മിഡ് ഉപയോഗിച്ച് 3 വാക്കി ഉപയോഗിച്ച് അപ്പോഴും നല്ല രീതിയിൽ നമ്മൾ നെറ്റ്വർക്ക് ഉപയോഗിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എടുക്കുന്നത്. ഇതൊന്നും റെഡി ആവാത്തതുകൊണ്ടാണ് പലർക്കും ലോക്കലി ചെയ്യുമ്പോൾ പലപ്പോൾ സൗണ്ട് ക്വാളിറ്റി വരാത്തതിൻ്റെ പ്രശ്നം. പിന്നെ നമ്മൾ ഇത്തരം സ്പീക്കറുകളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. നെറ്റ്വർക്ക് ചിലപ്പം ഇതൊന്നും
കറക്റ്റ് ചെയ്ത് കിട്ടാനും പ്രയാസമായിരിക്കും നല്ല ഓഫറുകളോ ട്യൂട്ടറുകളോ അല്ലെങ്കിൽ. അതുകൊണ്ട് നല്ല ഓഫറുകളും ട്യൂട്ടറുകളും ഉപയോഗിക്കുക. ഇതൊന്നും പിന്നെ കുഴപ്പമില്ല ഈ ഓഫറൊന്നും. ഈ ട്യൂട്ടർ ആണെങ്കിലും 6000 ഹെർട്സ് തൊട്ട് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ട്യൂട്ടർ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഈ ഫ്രീക്വൻസികൾ നമുക്ക് കിട്ടണമെങ്കിൽ അതിനകത്തൊരു മിഡോ അല്ലെങ്കിൽ ഇതിൻ്റെ വരെ ഡോം ട്യൂട്ടറോ ഉപയോഗിക്കണം എന്നുള്ളതാണ്. എന്നാലും നമ്മൾക്കിത് കേൾക്കുമ്പോൾ അത്ര വ്യക്തമായിട്ട് അറിയണമെന്നില്ല കേട്ടോ. പക്ഷേ നല്ല സൗണ്ട് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നല്ല സ്പീക്കറുകളിൽ കേൾക്കുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് അതിൻ്റെ ക്വാളിറ്റി. അങ്ങനത്തെ ആൾക്കാർ വേഗം തിരിച്ചറിയുന്നുള്ളതാണ്. അത്രയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. അത് ഇങ്ങനെ പറഞ്ഞ് വേറെ സംഭവങ്ങളൊക്കെ ആയി. ഏതായാലും ഇതും രണ്ടും കുഴപ്പമില്ല കേട്ടോ, രണ്ടും കുഴപ്പമില്ലാത്ത സംഭവമാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് കുറച്ചും കൂടി ചില ഓഫറുകൾ അല്ലെങ്കിൽ ഫുൾ റേഞ്ച് സ്പീക്കറുകളൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഒരു 5000-6000 ഹെർട്സിലൊക്കെ വർക്ക് ചെയ്യണേ. അതിൻ്റെ കൂടെയൊക്കെ ഈ പീസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കാണാൻ. അതേപോലെ ഇത് ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ബോക്സ് ചെയ്തിട്ടുണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇത് ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യാവുന്ന ഒരു സ്പീക്കർ തന്നെ. ബാസ് കിട്ടൂല എന്നുള്ള ഒറ്റൊരു പോരായ്മ ഉണ്ട് ഇതിന്. പക്ഷേ സാധനം നല്ല ക്വാളിറ്റിയാണ്, നല്ല വോക്കൽ ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും. ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് വില കുറവിൽ. അവരുടെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും. പക്ഷെ കുഴപ്പമില്ലാത്ത ഓഫറാണ്.